കേസ് 2 എന്ന് എഴുതിക്കോ, കേസ് 2 എന്ന് എഴുതിക്കോ, കേസ് 2 എന്ന് എഴുതിക്കോ, കേസ് 2 വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ല സോറി കേസ് 2 എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി ബോഡി വിത്ത് യൂണിഫോം ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? യൂണിഫോം ആക്സിലറേഷൻ ഈക്വൽ വെലോസിറ്റി അല്ല, ഈക്വൽ വെലോസിറ്റി ഈക്വൽ എന്നാ പിന്നെ കോൺസ്റ്റന്റ് അല്ലേ? ഈക്വൽ വെലോസിറ്റി ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് അല്ലേ? ഒരിക്കലും യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഈക്വൽ വെലോസിറ്റി ഇൻക്രീസസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. എന്നാലേ അത് കറക്റ്റ് ആകത്തുള്ളൂ. അല്ലാതെ ഈക്വൽ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലേ? എ പാർട്ടിക്കിൾ മൂവിങ് അല്ലെങ്കിൽ എ പാർട്ടിക്കിൾ ഇൻക്രീസസ് ഇറ്റ്സ് വെലോസിറ്റി ബൈ ഈക്വൽ എമൗണ്ട്. അതൊരു എക്സാമ്പിൾ നോക്കിയോ. അത് ഒരു ഇത് ഞാൻ വരയ്ക്കാം. അതായത് ഇപ്പം എൻ്റെ ഒബ്ജക്റ്റ് 10 മീറ്റർ പെർ സെക്കൻഡിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 2 സെക്കൻഡിൽ എൻ്റെ ഒബ്ജക്റ്റ് എന്താണ്? ഇത് 20 മീറ്റർ പെർ സെക്കൻഡിലായി. അടുത്ത 2 സെക്കൻഡിൽ എൻ്റെ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡായി. അടുത്ത 2 സെക്കൻഡിൽ എൻ്റെ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് 40 മീറ്റർ പെർ സെക്കൻഡായി. അടുത്ത 2 സെക്കൻഡിൽ എൻ്റെ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എത്രയായി? 50 മീറ്റർ പെർ സെക്കൻഡായി. ഇത് അവിടെ എഴുതി വെക്ക്. ഇതാണ് യൂണിഫോം ആക്സിലറേഷൻ. നിങ്ങൾ നോക്കിയാൽ മതി. ഓരോ ഇതിൻ്റെ യൂണിഫോം ആക്സിലറേഷൻ ഒന്ന് നോക്കിയേടെ. ഇവിടെ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? A = v - u/t ആണല്ലോ. അപ്പൊ A = v എത്രയാ? 20. u എത്രയാ? 10 / t എത്രയാ? 2. ആക്സിലറേഷൻ എത്ര കിട്ടി ഈ സ്ലോട്ടിൽ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ സ്ലോട്ട് എടുത്തേ. ഇതും എന്ത് തന്നെയാ? A = v ജോയിൻ ചെയ്തവർ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് 7 മണിക്ക് കൃത്യം എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഞാൻ 7 മണിക്ക് തുടങ്ങും. കാരണം എനിക്ക് 8 മണിക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. ഞാൻ ഇന്ന് ഇച്ചിരി നേരം കൂടെ വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. കൃത്യം 7 മണിയാകുമ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ 5 മിനിറ്റ് വ്യത്യാസമുണ്ട് ഞാൻ ഗ്രൂപ്പിലിടും. 7 to 8 എന്ന് പറയുമ്പോൾ കൃത്യം 7 to 8 തന്നെ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ക്ലാസ് മിസ്സായി പോകും. 10 മിനിറ്റത്തെ ക്ലാസ് ഇപ്പോൾ മിസ്സായി അർജുൻ്റേത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ. നമ്മൾ രണ്ടാമത്തെ കേസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോഡി വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ബോഡി വിത്ത് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഓരോ സെക്കൻഡിലും ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഈക്വൽ എമൗണ്ടിൽ കൂടുക. അതായത് ആദ്യത്തെ 2 സെക്കൻഡിൽ ഇപ്പം എൻ്റെ ബോഡിയുടെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡിയുടെ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആയി. വീണ്ടും 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ബോഡിയുടെ മീറ്റർ 30 മീറ്റർ പെർ സെക്കൻഡ് ആയി. വീണ്ടും 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ബോഡിയുടെ സ്പീഡ് 40 മീറ്റർ ആയി. വീണ്ടും അങ്ങനെ. അപ്പോൾ നോക്കി ഓരോ ഇതിലെ ആക്സിലറേഷൻ നോക്കി. ഇവിടെ ആക്സിലറേഷൻ എത്ര? 30 - 20 / 2 ആണ്. അതും എന്ത് തന്നെയാ? 10/2. അത് എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതേപോലെ ഇവിടെ എടുത്താലും 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ എടുത്താലും 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആണോ? കണ്ടോ? അപ്പോൾ ആക്സിലറേഷൻ യൂണിഫോം ആണെങ്കിൽ ഇങ്ങനെ വെലോസിറ്റി ആവണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമുക്കിത് ഗ്രാഫിക്കലി ഒന്ന് വരച്ചു നോക്കാം. ഗ്രാഫിക്കലി എങ്ങനെ വരയ്ക്കാം? അർജുന് മനസ്സിലായോടാ? അർജുനെ കുറച്ച് താമസിച്ച് കയറിയാൽ പണിയാണ്. നോക്കിക്കോളൂ. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യൂണിഫോം ആക്സിലറേഷൻ നേരത്തെ പറഞ്ഞാണ്. ഒരേപോലെ വെലോസിറ്റി കൂടി പോകുന്ന ഒരേ ടൈം ഇന്റർവെല്ലിൽ. ആദ്യത്തെ 2 സെക്കൻഡിൽ ഞാൻ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത് 10 മീറ്റർ പെർ സെക്കൻഡിലാണ്. അടുത്ത 2 സെക്കൻഡിനകം എൻ്റെ സ്പീഡ് ഞാൻ 20 ആക്കി. അത് കഴിഞ്ഞിട്ടുള്ള 2 സെക്കൻഡിനകം 30 ആക്കി. അത് കഴിഞ്ഞിട്ട് 2 സെക്കൻഡിനകം 40 ആക്കി. അത് കഴിഞ്ഞിട്ട് 2 സെക്കൻഡിനകം എന്താക്കി? 50 ആക്കിയെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റന്റിൽ നോക്കിയാൽ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ഈ ഇൻസ്റ്റന്റ് എടുത്ത് നോക്കാം. ഈ ഇൻസ്റ്റന്റിൽ തുടങ്ങുമ്പോൾ ഉള്ള വെലോസിറ്റി 10, തീരുമ്പോൾ ഉള്ള വെലോസിറ്റി 20 ആണ്. അതെടുക്കാൻ 2 സെക്കൻഡ് എടുത്തു. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ v - u/t 20 - 10/2 5 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ 30 - 20/2 എന്ന് വരും. അപ്പോഴും 5 മീറ്റർ. 40 - 30/2 അവിടെയും 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇവിടെയും 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഈ കേസ് എന്താ? യൂണിഫോം ആക്സിലറേഷന്റെ കേസ് ആണ്. നമുക്ക് മനസ്സിലായി. ഇത് ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. നോക്കിയോ. ഇത് y ആക്സിസ്, ഇത് x ആക്സിസ് അല്ലേ? x ആക്സിസ് y ആക്സിസ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നോക്കിയോ. ഇവിടെ ടൈം ആണെന്നാണ് നമ്മൾ പറഞ്ഞത് ഇല്ലേ? ഇവിടെ എന്താന്നാ പറഞ്ഞത്?
ഇവിടെ വെലോസിറ്റി അല്ലേ, വെലോസിറ്റി ആണെന്നാ പറഞ്ഞത് v. അപ്പൊ നമുക്ക് നോക്കാം, മാർക്ക് ചെയ്ത് നോക്കാം. നോക്കിയാൽ 0 ഇത് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് തുടങ്ങിയത്, 20 മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ 30 മീറ്റർ, പിന്നെ 40 മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ 50 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ ആദ്യം 2 സെക്കൻഡ് ആയിരുന്നു, പിന്നെ അടുത്ത 2 കൂടെ കൂട്ടി 4 ആയി, പിന്നെ 2 കൂടെ കൂട്ടി 6 ആയി, പിന്നെ 2 കൂടെ കൂട്ടി 8 ആയി, പിന്നെ 2 കൂടെ കൂട്ടി എത്ര ആയി? 10 ആയി. അപ്പം ഗ്രാഫ് എങ്ങനെയാ? ആദ്യത്തെ 2 മീറ്റർ പെർ സെക്കൻഡിൽ അല്ല ആദ്യത്തെ 2 സെക്കൻഡിൽ എൻ്റെ സ്പീഡ് എത്ര ആയിരുന്നു? 10. അടുത്ത 2 ആയപ്പോൾ എൻ്റെ സ്പീഡ് എന്തായി? അതായത് 4ാമത്തെ സെക്കൻഡിൽ എൻ്റെ സ്പീഡ് എത്ര? 20. 6ാമത്തെ സെക്കൻഡിൽ എൻ്റെ സ്പീഡ് എത്ര? 8ാമത്തെ സെക്കൻഡിൽ എൻ്റെ സ്പീഡ് എത്ര? 40. 10ാമത്തെ സെക്കൻഡിൽ എൻ്റെ സ്പീഡ് എത്ര? 50. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് പാസിംഗ് ത്രൂ ഒറിജിൻ. ആണോ? ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ആരോ ഇട്ടാലും ഇട്ടില്ലേലും കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോവാ. മനസ്സിലായി? ആരോ ഇടുന്നതാണ്, അങ്ങനെ ഗ്രാഫിൽ ആരോ ഒന്നും ഇടത്തില്ല. ഓക്കെ ആണോ? ഓക്കെ. ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ഗ്രാഫ് ഈസ് എ എന്താണ്? ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ എന്ന് പറയുന്നതിന് പകരം അതൊക്കെ 9ാം ക്ലാസ്സിലെ ആയിരുന്നു. ഇനി എന്ത് വേണം? ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ്. ഇതൊന്നും ഓർത്തില്ലെങ്കിൽ പാസിംഗ് ത്രൂ ഒറിജിൻ എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന്റെ സ്ലോപ്പ് എടുക്കണം. എന്തായിരിക്കും കിട്ടുന്നത്? സ്ലോപ്പ് എടുക്കാൻ ഞാൻ എന്താ സാധാരണ കഴിഞ്ഞ തവണ ചെയ്തത്? അതായത് 2 കോർഡിനേറ്റ്സ് ഞാൻ അല്ലെ 2 പോയിന്റ് മാർക്ക് ചെയ്തു. ഇത് എത്രയാണ്? ഇത് 4ഉം 20ഉം ആണ് അല്ലേ? ഇതോ 80ഉം 40ഉം ആണല്ലോ. അപ്പം നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. അപ്പം ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. y2 എന്ന് പറഞ്ഞ ഇവിടെ ഇതാണ് ഇവിടുത്തെ x1, ഇതാണ് y1, ഇതാണ് x2, ഇതാണ് y2. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? 40 മൈനസ് 20 ഡിവൈഡഡ് ബൈ എത്ര? 8 മൈനസ് 4. അപ്പോൾ എത്ര? 20 ഡിവൈഡ് ബൈ 4 നമുക്ക് എത്ര കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അതായത് നേരത്തെ എന്താ നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ടില്ലേ? ആക്സിലറേഷൻ. അപ്പോൾ എന്താ? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ എഴുതാം. അപ്പം ആ ഡോട്ടിൽ തന്നെ എഴുതിയാൽ മതി. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് gives acceleration. ഇത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം. ക്രിസിൻ ഓക്കെ ആണോ? ക്രിസിൻ ഓക്കെയാണ് സർ. ഓക്കെ. ബാക്കി ആർക്കെങ്കിലും സൂര്യഗായത്രി ഒക്കെ ഓക്കെ ആണോ? സൂര്യഗായത്രി, അനഘ, പാർവണ, ഓക്കെ സർ. അർജുൻ ഒക്കെ ഓക്കെയാണ്. ഓക്കെ. ശരി. അപ്പം ഇനി നമുക്ക് ഇത് മാത്രമല്ല, നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ അതെന്താ കിട്ടുന്നതെന്ന് മനസ്സിലായി? ആക്സിലറേഷൻ കിട്ടുന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. നേരത്തെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആക്കിയപ്പോൾ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ആണ് കണ്ടുപിടിച്ചത് അല്ലേ? അപ്പോൾ നോക്കിയോ, ഇവിടെ നോക്കിയോ, നമുക്ക് ഏരിയ എടുത്ത് നോക്കാം. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. എന്താണ് ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്? അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ് കിട്ടുന്നത്? ഗ്രാഫ് ഗീവ്സ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതിന്റെ താഴോട്ട് നമ്മളൊരു ഗ്രാഫ് വേറെ എക്സ്ട്രാ വരയ്ക്കാൻ പോകണേ കേട്ടോ. ഇതൊരു ഡെറിവേഷൻ ആണ്, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഗ്രാഫിൽ നിന്ന് ഇക്വേഷൻ ഓഫ് മോഷനിൽ ഒരെണ്ണം പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അതിലൊരെണ്ണം ഞാൻ വരയ്ക്കാൻ പോകണം. നോക്കിയോ, ഇതിന്റെ താഴോട്ട് നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കും. ഇപ്പം നിങ്ങൾ വരച്ചതിന്റെ താഴോട്ട് ഏരിയയുടെ കേസ് എഴുതിയതിന്റെ അവിടോട്ട് ഒരു ഗ്രാഫ് വരയ്ക്കും, ഏരിയയുടെ താഴെ. ഓക്കെ. എന്ത് വരയ്ക്കുക? ദെൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുക. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് വീണ്ടും വരയ്ക്കുക. ഇത് വെലോസിറ്റി, ഇത് ടൈം. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമുക്കറിയാം ഇല്ലേ? ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. 2 പോയിന്റ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ പോയിന്റ് മാർക്ക് ചെയ്ത പോലെ തന്നെ 2 പോയിന്റ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. റാൻഡം ആയിട്ട് 2 പോയിന്റ്. ആ 2 പോയിന്റിലെ ടൈം എന്തായിരിക്കും? ഇതായിരിക്കും അതിന്റെ ടൈമിന് നേരെയുള്ളത്.
ഇതായിരിക്കും അവിടുത്തെ ആദ്യത്തെ ടൈമിൻ്റെ. അപ്പോൾ ഒരെണ്ണത്തിനെ നമുക്ക് T1 എന്നും ഇതിനെ നമുക്ക് T2 എന്നും വിളിക്കാം. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് y ആക്സിസിൽ എന്തായിരിക്കും, അതിനെ നമ്മൾ എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? അതിനെ നമ്മൾ v1 എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ഇതേണ്ട ഇവിടുത്തെ രണ്ടാമത്തെ വെലോസിറ്റി v2 എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? ഇനി വെലോസിറ്റി തുടങ്ങുന്നതിൻ്റെ തന്നെ ഇവിടുത്തെ വെലോസിറ്റിനെ നമ്മൾ v0 എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ ടൈമിനെ നമ്മൾ t0 എന്ന് വിളിക്കും. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഞാനങ്ങ് പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നോക്കിയോ, ഇനി ഇതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ താഴോട്ട് നിങ്ങൾ അതിൻ്റെ താഴോട്ട് എഴുതിക്കോ. ഞാൻ ഈ സൈഡിലോട്ട് സ്ഥലമുള്ളതുകൊണ്ട് സൈഡിലോട്ട് എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾ താഴോട്ട് എഴുതി പൊക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കും? ഈ ഗ്രാഫിൻ എപ്പോഴും ഏത് ഏരിയ എടുക്കണമെന്നറിയോ? ആ ഗ്രാഫും എക്സ് ആക്സിസും മേക്ക് ചെയ്യുന്ന ഏരിയ ആണ് എപ്പോഴും എടുക്കേണ്ടത്. അപ്പോൾ നോക്കിയോ, ഞാൻ ഇതിൻ്റെ ഏരിയ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോ. വേണ്ട, ഇത്രയും ഏരിയ ആയിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത്. ഇത്രയും ഏരിയ T1 ഉം T2ൻ്റെ ഏരിയ മതി നമുക്ക്, അല്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ഇത്രയും ഏരിയ ഞാൻ ശരിക്കും ഇത് മൊത്തം എടുക്കണം, ഇത് മൊത്തം ഏരിയ ഇങ്ങനെ എടുക്കണം. പക്ഷെ ഞാൻ ഇവിടുത്തെ കേസിൽ ഇത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഞാൻ ഈ ഏരിയ എടുക്കാൻ പോകുന്നുണ്ട്. ഇത് ഏരിയ എടുക്കാൻ പോകുന്നത് ഇത്രയും ഭാഗം, അതായത് രണ്ട് കളറിൽ കൊടുക്കാം. നോക്കിക്കോളൂ, ഇതും അതേപോലെ തന്നെ രണ്ടിതും. ഇതാണ് ഏരിയ അണ്ടർ ദിസ് കർവ് എന്ന് പറയുന്നത്. ആണോ? അല്ലേ? ആണോ? അത് വേണ്ട, അത് 0യിൽ നിന്ന് തുടങ്ങുന്നത്. ഞാൻ ടൈം എടുത്തിരിക്കുന്നത് T1 ഉം T2 ആണ്. ഇത് വെച്ചിട്ടുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. T0 ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഇവിടും ഇവിടം വരെയുള്ള കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയോ, ഏരിയ ഈസിക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതില്ലോ. പേര് കൊടുക്കാമേ. ഇവിടെ ഇതിന് A എന്ന് കൊടുക്കാം, ഇതിന് B എന്ന് കൊടുക്കാം, ഇതിന് C എന്ന് കൊടുക്കാം, ഇതിന് D എന്ന് കൊടുക്കാം, ഇതിന് E എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഏരിയ ഓഫ് എന്താണ്? ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏരിയ അണ്ടർ ദ കർവ് എന്ന് എഴുതണേ. ഏരിയ അണ്ടർ ദ കർവ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ്. ഏരിയ അണ്ടർ ദ കർവ് അല്ല, ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ്, കർവ് അല്ലല്ലോ, സ്ട്രേറ്റ് ലൈനാണ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഏതൊക്കെ ഫിഗർ ഇവിടെ വന്നിരിക്കുന്നത്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABDE പ്ലസ് എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഏരിയ BCD. ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താ? ഈ റെക്റ്റാങ്കിൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്ക് ബ്രെഡ്ത്തിനെ നമുക്ക് ലെങ്തിനെ BD എന്നോ AB എന്നാണ്. അപ്പോൾ AB ഇൻറ്റു ഞാൻ എന്തെന്ന് എടുക്കാൻ പോവാം? BD എന്ന് എടുക്കാൻ പോവാം. AB ഇൻറ്റു BD. കുഴപ്പമുണ്ടോ? പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് എത്ര ഇവിടെ? BD എന്ന് എടുക്കാം. ഹാഫ് ഇൻറ്റു BD ഇൻറ്റു എന്താ? CD. ഓക്കെ ആണല്ലോ. ഓക്കെ, A തൊട്ട് B വരെയുള്ള ലെങ്ത് എത്ര ഇവിടെ? A തൊട്ട് B വരെയുള്ള ലെങ്ത്, A തൊട്ട് നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇതിപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ആയതുകൊണ്ടല്ലേ 2 സെൻറ്റിമീറ്റർ എടുക്കുന്നത്. അപ്പം A തൊട്ട് B വരെയുള്ള ലെങ്ത് എത്രയാ? ശ്രദ്ധിച്ചോണം, A തൊട്ട് B വരെയുള്ള ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട ഈ ലെങ്ത് എന്നാണ് ഉദ്ദേശിച്ചത്. ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫിലാണ് നോക്കേണ്ടത്. അപ്പോൾ എത്ര എന്ന് കൊടുക്കാം നമുക്കതിനെ? V1 എന്ന് കൊടുക്കാം, ഇല്ലേ? V1 എന്ന് കൊടുക്കാം. ഇൻറ്റു BD എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? BD എന്ന് പറയുമ്പോൾ എൻ്റെ ഇത്രയുമാണ്. ഇത്രയെന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടൈമാണ് T2, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടൈമാണ് T1. അപ്പം നമുക്ക് BD എന്ന് പറയുമ്പോൾ ഇതിനിടയിലുള്ള സ്പേസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കൊടുക്കാം? T2ൽ നിന്ന് T1 മൈനസ് ചെയ്യുന്ന ആയിരിക്കുമല്ലോ BD എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാം, T2 മൈനസ് T1 പ്ലസ്. അറിയത്തില്ലേ? ചോദിച്ചോണം. മനസ്സിലായില്ലേ? ചോദിച്ചോണം. ഇപ്പം തന്നെ ചോദിക്കണം, അവസാനം ചോദിക്കാനിരിക്കരുത്. ജ്യോതിസിന് ഓക്കെ ആണോ? ജ്യോതിസേ ഓക്കെ ആണ്. ഓക്കെ, ഇനി നോക്കിയോ, ഹാഫ് ഇൻറ്റു BD എന്താണ്? BD സെയിം തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? T2 മൈനസ് T1 എന്ന് കൊടുത്താൽ മതി. C
സി ഡി എന്താ മക്കളെ? സി ഡി എന്ന് പറയുന്നത് ഇതേണ്ട ഈ ലെങ്ത് അല്ലേ? ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ മൊത്തം V2 ൽ നിന്ന് V1 മൈനസ് ചെയ്യുന്നതായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് കൊടുക്കാം? V2 മൈനസ് V1 എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ 2-3 ഇതിന്റെ സൈഡിലോട്ട് എഴുതാൻ പോവാണ്. T2 മൈനസ് T1 ചെയ്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 4 സെക്കൻഡ് മൈനസ് 2 സെക്കൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 2 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോഴും കിട്ടുന്നത് ടൈം തന്നെയല്ലേ? അപ്പൊ T ആയിട്ട് അങ്ങോട്ട് എഴുതും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നോക്കിയോ, ഈ സാധാരണഗതിയിൽ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? V മൈനസ് യു ബൈ ടി ആണ്. ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി നമ്മൾ V2 എന്നാണ് എടുത്തിരിക്കുന്നത്, ഇനിഷ്യൽ വെലോസിറ്റിയെ V1 എന്നാണ് എടുത്തിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ AT = V2 മൈനസ് V1 എന്ന് കിട്ടും. കിട്ടുമോ? ഇത് രണ്ടെണ്ണം നമ്മൾ എഴുതുന്നതിന്റെ സൈഡിൽ ബ്രാക്കറ്റിൽ തന്നെ ഇങ്ങനെ എഴുതി വെക്കുക. എഴുതുന്നതിന്റെ സൈഡിൽ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് രണ്ടും നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് V1 എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ? V1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ? അതിനെ U എന്ന് കൊടുക്കാമല്ലോ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കൊടുത്തത്? Vക്ക് പകരം V2 എന്ന് കൊടുത്തു, Uന് പകരം V1 എന്ന് കൊടുത്തു, ആണല്ലോ? അപ്പോൾ V1 ഇനിഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ട് ഞാൻ V1 നെ U എന്ന് കൊടുത്തു. ഇൻറ്റു T2 മൈനസ് T1 എന്തായിട്ട് എടുക്കാനാണ് പറഞ്ഞത്? T പ്ലസ് ഹാഫ് ഇൻറ്റു T2 മൈനസ് T1 എന്തായിട്ട് എടുക്കാനാണ് പറഞ്ഞത്? T ഇൻറ്റു V2 മൈനസ് V1 എന്താ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? AT എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? എസിന്റെ ഇക്വേഷൻ അല്ലേ? അതായത് ഏരിയ അണ്ടർ ദി കർവ് എന്ത് കിട്ടി? ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ പ്രൂവ് ചെയ്തു. ഇവിടെ രണ്ട് കാര്യം നമ്മൾ ചെയ്തു. ആ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡിയുടെ ആ ഗ്രാഫും അതിന്റെ സ്പെഷ്യാലിറ്റിയും വരയ്ക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്ന എന്നൊരു ഡെറിവേഷനും പഠിച്ചു. ഇതൊന്നും അല്ല, ഇനി അങ്ങോട്ട് വരുമ്പോൾ വേറെ രീതിയിലാണ് സാധനം വരുന്നത്. ഇതൊക്കെ ജസ്റ്റ് ചുമ്മാ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊന്നും വരില്ല. ചിലപ്പോൾ ചോദിക്കും ഇതിനേക്കാളൊക്കെ വലിയ ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരുന്നുണ്ട് പഠിക്കാൻ. ഇതൊക്കെ മനസ്സിലാക്കിയാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എഴുതിയെടുത്തോ? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ കേസ് 3ലേക്ക് പോകാം. കേസ് 3ലേക്ക് പോകാം. കേസ് 3 ബോഡി വിത്ത് നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഇത് ബൈ ഹാർട്ട് ചെയ്താൽ പഠിച്ചാൽ മതി. നോൺ യൂണിഫോം ആക്സിലറേഷൻ. നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയെ സഞ്ചരിക്കുമ്പോൾ നോൺ യൂണിഫോം ആക്സിലറേഷനിലാണ് പോകുന്നത്. അപ്പം അതിന്റെ ഗ്രാഫ് തന്നെ ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. ഇങ്ങനെ വെലോസിറ്റി വരയ്ക്കുക, ഇവിടെ ടൈം വരയ്ക്കുക, എന്നിട്ട് തന്നെ ഇങ്ങനെ ഒരു ഗ്രാഫ്. ഇനി ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്രാഫിന്റെ സ്പെഷ്യാലിറ്റി കേർവ്ഡ് ആണ്. ഗ്രാഫ് ഈസ് കേർവ്ഡ്. പാരാബോളിക് എന്ന് കേർവ്ഡ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വരും. ചിലപ്പോൾ ഗ്രാഫ് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ പാരാബോളിക് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഫുള്ള് വരച്ച് കഴിയുമ്പോൾ കേർവ്ഡ് എന്ന് എഴുതിയാൽ മതി. കാരണം എന്താ, നീ വണ്ടിയെ പോകുന്ന സമയത്ത് ഇങ്ങനെ കൂടിയാണോ പോകുന്നത്? അല്ലല്ലോ. അപ്പൊ നമ്മൾ ഒരു ഇൻസ്റ്റന്റിലെ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. മനസ്സിലായി? ഗ്രാഫ് ഈസ് കേർവ്ഡ്. ഇനി അടുത്ത സ്ലോപ്പ് എന്ത് കിട്ടും? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ കിട്ടുന്നത്? സ്ലോപ്പ് ഗീവ്സ് ആക്സിലറേഷൻ. ഇവിടെയും സ്ലോപ്പ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വേണ്ട, ഇത് ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ കോർഡിനേറ്റ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്നിട്ട് ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ടാൻ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അതും കൂടെ വേണം എഴുതി കിട്ടോ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. ഇത്ര മതി.
ഇനി ഒരു ഗ്രാഫ് കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അതിൻ്റെ 2 കേസേ പഠിക്കാനുള്ളൂ. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് അടുത്ത ഹെഡിങ്. ഇത് എഴുതിയിട്ട് ഗ്രാഫ് കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നണം. ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്താൽ മതി. ചാപ്റ്റർ ഇനി ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ പറ്റി ഒരു ടോപ്പിക് എടുക്കാനുണ്ട്. പിന്നെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. അതോടെ കഴിഞ്ഞ ചാപ്റ്റർ തീരും. ഇന്ന് തീരും. ഇപ്പോൾ തീരുവോ? ചാപ്റ്റർ തീരുവോ? ഈ രണ്ടും അടുത്തൊരു ചാപ്റ്റർ കൂടെ ഏകദേശം ഇച്ചിരി കുറവാണ്. പിന്നെ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററൊക്കെ 2 ദിവസം 3 ദിവസം കൊണ്ടൊന്നും തീരത്തില്ല. ചിലപ്പോൾ ഒരു 2 ആഴ്ച എടുക്കും ഒരു ചാപ്റ്റർ തീരാൻ, ചിലപ്പം 3 ആഴ്ച എടുക്കും ഒരു ചാപ്റ്റർ തീരാൻ. ഓക്കെ, അപ്പോൾ എഴുതിക്കോ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എഴുതിയായിരുന്നോ? അർജുനൊക്കെ എഴുതിയോ? അർജുന, ജ്യോതിസൊക്കെ എഴുതിയോ? പാർവണ എഴുതി. ഓക്കെ. എഴുതി സർ. അടുത്ത ഹെഡിങ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഇവിടെയും കേസ് 1. ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. നമ്മൾ എല്ലാത്തിൻ്റെയും ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആദ്യം എന്തുവാ വരയ്ക്കുന്നത്? യൂണിഫോം. അവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം വെലോസിറ്റി വരച്ചു. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ യൂണിഫോം ആക്സിലറേഷൻ വരയ്ക്കുക. ഓക്കെ, ബോഡി വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, ഇനി ഞാൻ ആ ഗ്രാഫ് അങ്ങ് വരയ്ക്കാൻ പോവാണ്. നമ്മൾ വരയ്ക്കുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണല്ലോ. അപ്പം y ആക്സിസിൽ ആക്സിലറേഷൻ വരണം, അത് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. എക്സ് ആക്സിസിൽ ടൈം വരണം. ആക്സിലറേഷൻ യൂണിഫോം ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? അതായത് ഞാൻ നോക്കിയോ, അത് അതിൻ്റെ കണ്ടീഷൻ വേണം. സൈഡിൽ റഫായിട്ട് വേണം വരച്ചിട്ടോ. നോക്കിയോ, ഞാൻ ആദ്യത്തെ 2 സെക്കൻഡിൽ എൻ്റെ ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 2 സെക്കൻഡും എൻ്റെ ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആക്സിലറേഷനും എന്ത് തന്നെയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എങ്കിൽ നോക്കിയോ, അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിലും അടുത്ത 2 സെക്കൻഡ്, അടുത്ത 2 സെക്കൻഡ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. 1 2 വരച്ചു. ഓക്കെ, ഇവിടെ 2 4 6 വരച്ചു. ഓക്കെ, ആദ്യത്തെ 2 സെക്കൻഡിൽ എൻ്റെ സ്പീഡ് എത്ര, ആക്സിലറേഷൻ എത്രയായിരുന്നു? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 2 സെക്കൻഡ് കഴിഞ്ഞ് നാലാമത്തെ സെക്കൻഡിലും എൻ്റെ ആക്സിലറേഷൻ എത്ര തന്നെയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. അത് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞപ്പം വീണ്ടും 6ാമത്തെ സെക്കൻഡിലും എൻ്റെ ആക്സിലറേഷൻ എത്ര തന്നെ? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നേരത്തെ 5 മീറ്റർ സെക്കൻഡ് സ്ക്വയർ എടുത്തത് പോലെ തന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ, വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എന്താണ്? ടൈം ആക്സിസ്. ഇങ്ങനെ കിട്ടും. അപ്പം അതിൻ്റെ സ്പെഷ്യാലിറ്റി എഴുതുക. എന്തൊക്കെയാണ്? ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ആക്സിലറേഷൻ 0 എന്നല്ല, യൂണിഫോം ആക്സിലറേഷൻ 0 ആയി കഴിഞ്ഞാൽ ബോഡി മൂവ് ചെയ്യുമോ മെൽവിനെ? മാറിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ ആക്സിലറേഷൻ ഇല്ലെന്നേ ഉള്ളൂ. ആക്സിലറേഷൻ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, കൂടുന്നുമില്ല കുറയുന്നുമില്ല. കോൺസ്റ്റന്റാ. 0 ആണെന്നാ പറഞ്ഞത്. 0 ആണെന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണോ? അതാണല്ലോ പറഞ്ഞ യൂണിഫോം ആക്സിലറേഷൻ. Graph is a straight line parallel to time axis. അടുത്തത് ഏരിയ അണ്ടർ ദ കർവ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്തായിരിക്കും കിട്ടുക? ഏരിയ അണ്ടർ ദ ഗ്രാഫ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇവിടെ ഇങ്ങനെ അങ്ങ് ഏരിയ എടുക്കുകയാണ്. ഇതിൻ്റെ ഏരിയ ഇങ്ങനെ അങ്ങ് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അല്ലേ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ് ഇല്ലേ?
റെക്റ്റാങ്കിൾ ആണ് ഇവിടത്തെ കേസിൽ. ഈസിക്കലും എന്താ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടത്തെ ലെങ്ത് എന്താ മക്കളെ? ടൈം അല്ലേ കിട്ടുന്നത് അല്ലേ? ബ്രെഡ്ത്ത് എന്താ കിട്ടുന്നത്? ആക്സിലറേഷൻ അല്ലേ കിട്ടുന്നത്? ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച വി മൈനസ് യു എന്ന് പറയുമ്പോൾ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പം നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് എന്ത് കിട്ടുന്നു? ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടുമെന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? എ ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ വി മൈനസ് യു ആണ് അല്ലേ? അതെന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. ഓർത്തോണം. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോ, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. ആരും അയ്യോ എനിക്ക് മനസ്സിലായില്ലല്ലോ, ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലായി, ഞാൻ എങ്ങനെ ചോദിക്കും, എന്നെ പറ്റി എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും കരുതണ്ട. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ ക്ലാസ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഡൗട്ട് ഉള്ളത് നിങ്ങൾ ക്ലിയർ ആയി പോവുക. ആരും എല്ലാം തികഞ്ഞവരല്ല. എല്ലാവരുടെയും ഐക്യു എത്ര ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് 2 ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി എല്ലാവരുടെയും ഐക്യു എനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിച്ച് ചോദിക്കാതിരിക്കേണ്ട, ചോദിച്ചോണം. ചോദിച്ചോളൂ. ഇപ്പോൾ ആരോ മൈക്ക് ഓണാക്കി എന്തെങ്കിലും ചോദിക്കാനാണ് ചോദിച്ചോളൂ. പെട്ടെന്നാട്ടെ. സാർ വി മൈനസ് യു എങ്ങനെ വന്നേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ് മോനെ? ആരാ ചോദിച്ചപ്പം? അർജുനോ? അലൻ. ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ മോനെ? വി മൈനസ് യു ബൈ ടി. ഇവിടെ നിന്ന് ടി ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു എന്നല്ലേടാ വരുന്നത്? ഓക്കെ. എ ടി എന്ന് പറയുന്നതാണ് എന്ത്? വി മൈനസ് യു എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ. മതിയോ? ഓക്കെ, താങ്ക് യു സാർ. അടുത്ത നോക്കിക്കോളൂ, കേസ് 2. അടുത്തത് കേസ് 2. നോൺ യൂണിഫോം ആക്സിലറേഷൻ. അപ്പോഴും ഈ ഗ്രാഫ് ബൈ ഹാർട്ട് ചെയ്യുക. വേറെ ഒരു ചോദ്യങ്ങളും അങ്ങനെ ഉണ്ടാകത്തില്ല ഇതിൽ നിന്ന്. എ ടി നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്ക്, ബൈ ഹാർട്ട് ചെയ്യുക. ഇവിടെയും എന്താണ്? ഗ്രാഫ് ഈസ് എന്താ? സ്ട്രെയിറ്റ് ലൈൻ inclined to time axis. ഓക്കെ. അടുത്തത് നോക്കിക്കോളൂ. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതെങ്ങനെയാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരുന്നതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നിങ്ങളോട് എത്ര പറഞ്ഞതെന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടോപ്പിക്, അതായത് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഈ നോൺ യൂണിഫോം ആക്സിലറേഷന് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വന്നത് നമ്മളൊരു ന്യൂമറിക്കൽ വഴി തെളിയിച്ച് കാണിച്ചുതരാം. ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ കേട്ടോ, ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കണം. ഓക്കെ, നോക്കിക്കോളൂ. അടുത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാഫ് എല്ലാം കഴിഞ്ഞു.
മെൽവിൻ എന്ത് പറ്റി? ഒരു സന്തോഷം. ഓക്കെ, എന്താ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ? ഗ്രാവിറ്റിയുടെ കാരണം കൊണ്ടുള്ള ആക്സിലറേഷൻ. ഇവിടെ ഉണ്ടോ? ഇവിടെ എന്താ പ്രശ്നം? സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കിയോ. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡി നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം ഒരു ഉദാഹരണം പറയാണ്, മെൽവിനെ ബുർജ് ഖലീഫയുടെ മണ്ടക്കും തെള്ളിയിടുക എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ആരെയും തെള്ളിയിടുക എന്ന് വിചാരിച്ചു. തെള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? അതായത് തെള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് അവനെ വേറെ ഒരു ഇതിൻ്റെ എഫക്റ്റിലല്ലായിരിക്കും വരുന്നത്, ഗ്രാവിറ്റിയുടെ എഫക്റ്റ് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, അയാൾ മൂവ് ചെയ്യുന്നത്, ഇല്ലേ? അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റ് എടുത്ത് താഴോട്ടിട്ടാലും അതായിരിക്കും സംഭവിക്കുന്നത്. ഇപ്പോൾ ആന ചാടിയാലും മെൽവിൻ ചാടിയാലും ധനു ചാടിയാലും ആര് ചാടിയാലും അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പം ആക്സിലറേഷൻ ഡ്യൂട്ടി, ഇപ്പം ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ ബുർജ് ഖലീഫ, എനിക്കിപ്പോൾ 75 കിലോ ഉണ്ട്, ഞാൻ ബുർജ് ഖലീഫയുടെ മണ്ടയ്ക്ക് ചാടിയാൽ എൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നതും, ഒരു ആനയെ ബുർജ് ഖലീഫയുടെ മണ്ടയ്ക്ക് കയറ്റിയിട്ട് അതിനെ തെള്ളിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തെന്നായിരിക്കും? സെയിം ആയിരിക്കും. അതായത് മാസ് കൂടിയെന്ന് പറഞ്ഞിട്ട് അവിടെ വ്യത്യാസം ഉണ്ടാകത്തില്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആയിരിക്കും. അത് എപ്പോഴും ചിന്തിച്ചോണം. ഓക്കെ ആണല്ലോ. കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. 10ാം ക്ലാസ്സിലെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കൺസെപ്റ്റിൽ അതല്ല, അതിൽ നിന്നും കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. ആ ഒരു ചിന്താഗതിയോടെ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും മനസ്സിലാകാൻ പ്രത്യേകിച്ച് പോകുന്നില്ല. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇന്ന കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതിന് കാരണം ഉണ്ടായിട്ടാണ് അവിടെ ചിന്തിക്കേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ആ സാധനം പറയും. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ പല കാര്യത്തിലും ഓരോ കാര്യങ്ങൾ എക്സാമ്പിൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഇപ്പോൾ പറഞ്ഞു തന്നാൽ കുറേ വെറുതെ സമയം പോകുന്ന അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന അതേ സിസ്റ്റം ഫോളോ ചെയ്ത് ചെയ്യുക കേട്ടോ. 10ാം ക്ലാസ് പോലെ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നോക്കിയോ. അതായത് ഇവിടെ എഴുതേണ്ടത് if a body is allowed to fall freely if a object is allowed to fall freely under the effect of gravity alone, the body moves vertically downwards with uniform acceleration, with uniform acceleration with the body moves vertically down, uniform acceleration. Comma this acceleration is due to gravitational attraction of earth and is called acceleration due to gravity, and is called acceleration due to gravity. ഒരു ലൈൻ വിട്ടിട്ട് എഴുതുക. It is denoted
it is denoted by letter, small letter G ആണ്, small letter G. അടുത്ത ഒരു ലൈൻ വിട്ടിട്ട് അല്ലെങ്കിൽ അടുത്ത ലൈനിൽ എഴുതുക ഇറ്റ്സ് വാല്യൂ ഈസ് 9.8 meter per second square. നിയർ ദ സർഫസ് ആണ്. അതേപോലെ തന്നെ ഇറ്റ്സ് വാല്യൂ ഈസ് സെയിം ഫോർ all the objects at the same place. ഇപ്പൊ മനസ്സിലായോ ആനയുടെ കാര്യം പറഞ്ഞത്? ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും ആ സെയിം പ്ലേസിൽ ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വാല്യൂ ഈസ് സെയിം ഫോർ ഓൾ ദ ഒബ്ജക്റ്റ് അറ്റ് സെയിം പ്ലേസ്. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് 300 മീറ്റർ മുകളിലുള്ള ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ മനുഷ്യൻ നിൽക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ ദേഹത്ത് ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആന നിൽക്കുകയാണെങ്കിൽ ആനയുടെ ദേഹത്തുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ശരിക്കും വേറൊരു കാര്യങ്ങളുണ്ട്, അത് ഞാൻ ആ ന്യൂമറിക്കൽ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞുതരാം. അതായത് ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ എപ്പോഴും പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്, അപ്വേർഡ് മോഷൻ ആണെങ്കിൽ ഗ്രാവിറ്റി എപ്പോഴും നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇത് ചിലയിടത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അപ്പോൾ അത് ഞാൻ ഇവിടെ പഠിപ്പിച്ച് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്ക് ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ എവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും എന്നുള്ളത് അവിടെ പറഞ്ഞുതരാം. ഏത് പറഞ്ഞ പോലെ തന്നെ ആ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വേണം എഴുതാം. എന്താ ഡൗൺവേർഡ് മോഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് വരും? ഡൗൺവേർഡ് മോഷൻ ഗ്രാവിറ്റി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്വേർഡ് മോഷൻ എന്ന് പറയുമ്പോഴേക്കും ഗ്രാവിറ്റിയുടെ ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ്. എന്നാൽ ചില കേസിൽ ഇത് നേരെ തിരിയും. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒബ്ജക്റ്റിനെ അനുസരിച്ചായിരിക്കും, ഒബ്ജക്റ്റിൻ്റെ മോഷൻ അനുസരിച്ചായിരിക്കും പല കാര്യങ്ങളും നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവിടെ അത് എഴുതാൻ വേണ്ടി ആ ക്വസ്റ്റ്യൻ ചെയ്യിക്കുമ്പോൾ എഴുതാൻ വേണ്ടി ഒരു 4 ലൈൻ അങ്ങോട്ട് വിടുക. എന്നിട്ട് 4 ഡോട്ട് ഇട്ട് വെച്ചേക്കുക. അവിടെ 4 ഡോട്ട് ഇട്ട് വെച്ചേക്കുക. 4 ഡോട്ട് ഇട്ട് വെച്ചാൽ മതി. 4 ഡോട്ട് ഇട്ട് വെച്ചേക്കുക. അതിനെപ്പറ്റി എഴുതാം, ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ എഴുതാം. എന്നിട്ട് അതിൻ്റെ താഴോട്ട് എഴുതുക ബൈ കൺസിഡറിങ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്ത പോയിന്റ് എഴുതിക്കും. ബൈ കൺസിഡറിങ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. 4 പോയിന്റ് വിടാൻ പറഞ്ഞായിരുന്നു. ആ 4 പോയിന്റ് വിട്ടിട്ട് ബൈ കൺസിഡറിങ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. Equations of motion is changed as follows. By considering എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇക്വേഷൻസ് ഓഫ് മോഷൻ is changed as follows. Equation of motion എന്തൊക്കെയായിരുന്നു? S is equal to ut plus half at square, v square minus u square is equal to 2as, v is equal to u plus at. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരുമ്പോൾ എ എന്തായിട്ട് മാറും? എ എല്ലാം ജി ആയിട്ട് മാറും. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിട്ട് മാറും എന്ന് എഴുതാം. നമുക്ക് എന്താണെന്ന് നോക്കിയോളൂ. ഇക്വേഷൻ ഓഫ് മോഷൻ എല്ലാം എന്തായിട്ട് മാറും എന്നുള്ളത് എഴുതാം. ഐ മാറി ജി ആവും. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താവും? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താവും? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇട്ടിട്ട് ഐഫൻ ഇട്ടിട്ട് എന്താ എഴുതണം? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താവും? സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇട്ട് എന്താണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gs. അതേപോലെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താവും? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താവും? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നാവും. ഇത്രയാണ് അവിടെ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ ഇത് ഏത് മോഷനേ ഉണ്ടാകത്തുള്ളൂ?
പാരലൽ മോഷനകത്തൊന്നും ഇതുണ്ടാകത്തില്ല. വേർട്ടിക്കൽ മോഷൻ ഏതാ? പാരലൽ മീൻസ് എന്താണ്? ഹൊറിസോണ്ടൽ മോഷൻ. ഹൊറിസോണ്ടൽ മോഷനകത്തൊന്നും ഇതുണ്ടാകത്തില്ല. അത് v = u + at അതെല്ലാം a. വേർട്ടിക്കൽ മോഷൻ താഴോട്ടുള്ള മോഷനും മുകളിലോട്ടുള്ള മോഷനും മാത്രം. അതായത് ഭൂമിക്ക് അടുത്തോട്ടും ഭൂമിക്ക് നേരെ ഓപ്പോസിറ്റും ഉള്ള മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വേർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്നത്. അതിന്റെ കേസിൽ മാത്രം. അതും സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അതും താഴോട്ടും മുകളിലോട്ടും അല്ലേ? വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ഇത് മുകളിൽ, അതായത് ഭൂമിക്ക് അടുത്തോട്ടുള്ള മോഷൻ, ഭൂമിക്ക് ഓപ്പോസിറ്റ് ഉള്ള മോഷൻ. ആ കേസിലാണ് എന്തെന്ന് ഉപയോഗിക്കുന്നത്? ജി എന്ന് ഉപയോഗിക്കുന്നത്. ഇനി ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയുമ്പോൾ വണ്ടി പോകുന്നത് ഹൊറിസോണ്ടൽ മോഷനാണ്. എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞ മെൽവിൻ ബുർജ് ഖലീഫയുടെ മണ്ടയ്ക്കും താഴുന്നത് വേർട്ടിക്കൽ മോഷനാണ്. ഓക്കെ. ഇനി റോക്കറ്റ് ഇവിടുന്ന് ലോഞ്ച് ചെയ്യുന്നത് എന്താ? അതും വേർട്ടിക്കൽ മോഷനാണ്. ഗ്രാവിറ്റിക്ക് ഓപ്പോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ ഓക്കെ അതെല്ലാം അതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. നമ്മൾ എഴുതിക്കോ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന് പറയട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചോണം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം വണ്ടിയിൽ പോവാമെന്ന് വിചാരിക്കുക, ഒരു 120 km/h പോവാം. അപ്പം പെട്ടെന്നൊരു പട്ടി കുറുക്കി ചാടിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബ്രേക്ക് പിടിക്കും അല്ലേ? എന്നാൽ ബ്രേക്ക് പിടിച്ച ആ കൃത്യം അവിടെ തന്നെ നിൽക്കുമോ? 120 km/h വരുന്നത്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും? കുറച്ച് ഡിസ്റ്റൻസ് പോയിട്ടേ നിൽക്കത്തുള്ളൂ. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു അതായിരിക്കും അടുത്ത സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണ കേസിൽ വിനെ നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? ഫൈനൽ വെലോസിറ്റി. യുവിനെ നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? ഇനിഷ്യൽ വെലോസിറ്റി. അതായത് ഇപ്പം ധനു ഇവിടെ നിന്ന് ഒരു BMW വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. സ്റ്റാർട്ട് ചെയ്തു. എത്രയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0-ൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ധനുവിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്താ? 0. എന്നാൽ അട്ടിച്ചു വിട്ട് പോവാണ്. പട്ടി കുറുക്ക് ചാടിയുന്നതിന് മുമ്പുള്ള ധനുവിൻ്റെ വെലോസിറ്റി 120. അതെന്താ? അത് v ആണല്ലോ. എന്നാൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? പിന്നെ ആ ഇൻസ്റ്റൻ്റ് എടുക്കുന്നത് അവിടെ വിയും യുവും തിരിയും. അവിടെ അതായത് അവിടെ നിങ്ങൾ ബ്രേക്ക് പിടിക്കുന്ന വെലോസിറ്റി ആയിരിക്കും നിങ്ങളുടെ ഇനിഷ്യൽ വെലോസിറ്റി, ലാസ്റ്റ് വെലോസിറ്റി ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ വെലോസിറ്റി. ആണ്, അതാണല്ലോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അതായത് ഇവിടെ നിങ്ങൾ ഈ ഒരു കാർ ഇത് വരയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഒരു കാർ. ഓക്കെ, ഈ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 m/s² ആണ് ആക്സലറേഷൻ. എന്നാൽ അടിച്ചു വിട്ട് പോവാണ്. അടിച്ചു വിട്ട് പോയപ്പോഴത്തേക്കും അതായത് ഇവിടം വരെ അടിച്ചു വിട്ട് ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഇവിടം വരെ വന്നു. ഇതിൻ്റെ സ്പീഡ് ഇപ്പോൾ 120 km ആണ്. km/h ആക്കാം. ഓക്കെ, km/h ആക്കാം. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റിയാണ്, ആക്സലറേഷൻ അല്ല, സോറി, വെലോസിറ്റിയാണ് 0 km/h എന്നാക്കാം. ഇതോ 120 km/h. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെർ അവർ നോർമലി എന്താണ് നമ്മൾ യു എന്ന് പറഞ്ഞാൽ ഇതെടുക്കും, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതാ ഇനിഷ്യൽ വെലോസിറ്റി, ഇതാണ് ഫൈനൽ വെലോസിറ്റി, ഇതാണ്. എന്നാൽ പെട്ടെന്ന് ഒരു പട്ടി കുറുക്ക് ചാടിയപ്പം ബ്രേക്ക് പിടിച്ചു. ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ഡിസ്റ്റൻസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസാണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ബ്രേക്ക് പിടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള വെലോസിറ്റി എത്ര ആണോ? വി അല്ലേ? വി എത്ര? 120. അതിനെ എന്തായിട്ട് എടുക്കുക? അതിനെ യു ആയിട്ട് എടുക്കണം. പിന്നീടുള്ള കേസിൽ പിന്നീടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യൽ ഇതാണ്, ഫൈനൽ എന്താ? ബ്രേക്ക് അത് വണ്ടി നിന്ന് കഴിഞ്ഞിട്ടുള്ളത് യു, വി അത് v0. ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഉണ്ടാവല്, എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണിത്. തെറ്റിപ്പോവല് ഓർത്തോണം. ഇപ്പം നിങ്ങൾക്ക് തെറ്റിപ്പോകത്തില്ല, പക്ഷെ ഒരു 3-4 ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ എന്തു കണ്ടുപിടിക്കാൻ പോകുന്നത്? എന്തു നമുക്ക് കണ്ടുപിടിക്കണ്ടേ? യു ആണോ കണ്ടുപിടിക്കുന്നത്? ഞാൻ പറഞ്ഞു പഠിപ്പിച്ച് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ചോദിക്കുക. പകുതി വെച്ചിട്ട് ഡൗട്ട് ചോദിക്കാതിരിക്കുക, നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോകും. അപ്പോൾ നോക്കിയോ, അപ്പോൾ നമ്മൾ ഈ കേസാണ് ഇവിടെ എടുക്കുന്നത്. എന്ത് കേസാണ് എടുത്തത്? നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ കേസാണ് എടുത്തത് ഇല്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന് ആദ്യം അങ്ങോട്ട് എഴുതിക്കോ. എന്നിട്ട് ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യാം. നോക്കിക്കോളൂ. വെൻ brakes are applied to a moving vehicle the distance it travels before stopping
before stopping is called എന്താണ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഓക്കെ, ഹിയർ എന്താണെന്നറിയാമോ? ഇനീഷ്യൽ വെലോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് എടുക്കുന്നത്? ഇനീഷ്യൽ വെലോസിറ്റി ആണ് എന്ത്? വെലോസിറ്റി എന്തായിട്ടാണ് എടുക്കുന്നത്? ഇനീഷ്യൽ വെലോസിറ്റി ആണ് നമ്മൾ ഇവിടെ എന്തായിട്ട് എടുക്കുന്നത്? ആ ഇനീഷ്യൽ വെലോസിറ്റി, ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റിനെ നമ്മൾ വി ആയിട്ടാണ് എടുക്കുന്നത്. ഫൈനൽ വെലോസിറ്റിനെ ഇവിടെ യു ആയിട്ട്. അതവിടെ നിൽക്കട്ടെ, അത് വേണ്ട, അങ്ങനെ പഠിക്കണ്ട. ഇങ്ങനെ അങ്ങ് പഠിച്ചോ. നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒരു പടം വരയ്ക്കുക. ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ യു എന്ന് പറയുന്നത് 0 ആണ്, ഇവിടെ വി എന്ന് പറയുന്നത് എന്താണ്? 120 ആണ് എന്ന് വിചാരിച്ചു. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്തു, ഇവിടെ എഴുതി വെക്കുക ബ്രേക്സ് അപ്ലൈഡ്. പിന്നീട് ഇത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു? ഇത് വേണ്ട ഇവിടെ ഒന്ന് പിന്നെ അതിൻ്റെ ഇത്രയും ഡിസ്റ്റൻസ് കൂടെ മൂവ് ചെയ്തു. ഇതിനെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ഇതിൻ്റെ വി എന്ന് പറയുന്നത് ഇതിൻ്റെ യു ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആക്ച്വൽ വി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, അത് വേണേൽ എഴുതിയിട്ടോണം. അതേപോലെ തന്നെ ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആവും, അതും കൂടെ എഴുതി. ഈ ഭാഗത്തെ നെഗറ്റീവ്. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നമ്മുടെ v² - u², therefore v² - u² = 2as അല്ലേ? നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, s. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ v എന്തായിരിക്കും? v എന്താ മക്കളെ? v 0 ആണ്. അപ്പോൾ 0 - u² = എന്താ? 2as ആണ് അല്ലേ? അതുപോലെ തന്നെ u² = 2 ഇൻറ്റു ആക്സിലറേഷൻ നെഗറ്റീവ് ആണെന്ന് പറയുന്നത്, അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു s എന്ന് എഴുതേണ്ടി വരും. ഓൾറെഡി ഈ നെഗറ്റീവും പോകുമ്പോൾ u² = 2as എന്ന് വരുന്നു. അവിടുന്ന് s ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. s എന്തെന്ന് വരുന്നു? s u²/2a എന്ന് വരുന്നു. അതായിരിക്കും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇവിടുന്ന് s എന്തെന്ന് എഴുതാം? u²/2a എന്ന് എഴുതാം. ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേണേൽ ഡയറക്റ്റ് കാണാൻ പാഠം പഠിക്കാം. u², അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണെന്ന് നോക്കുക. അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് ഓടിച്ച് വന്ന ഫൈനൽ വെലോസിറ്റി ആയിരിക്കും അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി. അതായത് വണ്ടി 0 നിന്ന് 120 വരെ കയറ്റി, 120 ആണ് ശരിക്കും ആ ആദ്യത്തെ കേസിലെ ഫൈനൽ വെലോസിറ്റി. അപ്പോഴാണ് ബ്രേക്ക് പിടിച്ചത്. ബ്രേക്ക് പിടിക്കുമ്പോൾ തൊട്ടുള്ളതാണ് പിന്നീട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ബ്രേക്ക് പിടിക്കുമ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണോ അതായിരിക്കും അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി. അതായത് 120 ആയിരിക്കും അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി. ഫൈനൽ അതല്ലേ വി എന്ന്, അവിടുത്തെ വി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ യു. ഇത് കൺഫ്യൂഷൻ ഉള്ളവർ ചോദിക്കുക, എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത ടോപ്പിക്കിനകത്ത് ടോപ്പിക്കില്ല, തീർന്നു, ചാപ്റ്റർ തീർന്നു. u എന്ന് പറയുമ്പോൾ 120 ഇവിടത്തെ കേസിൽ അത് ഇവർ പറയും. ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ അവിടെ നിൽക്കി. ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിച്ചില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഈ പറഞ്ഞ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി എന്തിനാ പറയുക? നടക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ചോദിക്കും. ഇത് ഡൗട്ട് ഉണ്ടോ? ഓരോരുത്തരോട് ഞാൻ ചോദിക്കാം. അലൻ ഓക്കെ ആണോ? അലനെ ഓക്കെ സർ. അനഘ ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. അർജുന, ക്രിസിൻ ഓക്കെ ആണ് സാർ. ജ്യോതിസ് ഓക്കെ ആണ് സാർ. ഓക്കെ. പാർവണ, സൂര്യഗായത്രി ഓക്കെ ആണ് സർ. ഓക്കെ സർ. ഈ വിയും യു ഒക്കെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? അതെല്ലാം വ്യക്തമായിട്ടാണ് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്രിസിൻ ഓക്കെ ആണോ? ക്രിസിൻ ഒന്നും പറഞ്ഞില്ല. ഓക്കെ ആണ് സർ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച നമ്മൾ ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യും. എത്ര ക്വസ്റ്റ്യൻ ചെയ്യിക്കാമോ അത്രയും ക്വസ്റ്റ്യൻസ് അന്ന് ചെയ്യിപ്പിച്ച് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വെള്ളിയാഴ്ച നമ്മൾ കെമിസ്ട്രി 2ാമത്തെ ചാപ്റ്റർ എടുക്കുന്നത്. 1ാമത്തെ ചാപ്റ്റർ അല്ല, 2 എടുക്കാൻ പറ്റും. 2 വലിയ ചാപ്റ്റർ. അപ്പോൾ ശനി ഞാനും കൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് കൂടുതൽ തീർക്കാൻ പറ്റുമോ അങ്ങനെ തീർക്കാം.
എന്നാൽ പിന്നെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം.